പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സമരത്തിൽ. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ ആരോഗ്യവകുപ്പിനെതിരെ സമരം തുടങ്ങിയത്. പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന ഉറപ്പിന്മേലായിരുന്നു കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങിയത്. എന്നാൽ മന്ത്രി വീണ ജോർജ് നേരിട്ട് നൽകിയ ഉറപ്പ് പാഴായതോടെയാണ് വിദ്യാർത്ഥികൾ വീണ്ടും സമരം തുടങ്ങിയത്. മെറിറ്റ് സീറ്റിൽ ഞങ്ങളിവിടെ പഠിക്കാൻ കയറിയിട്ട് 2 വർഷം കഴിയാൻ പോകുക. ഇതുവരെയും ഒരു കോളേജോ അതിന് മതിയായ സൗകര്യങ്ങളോ കോളേജ് ബസ്സോ ഒരുക്കി തരാൻ ഈ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഞങ്ങളിവിടെ സമരം നടത്തുന്നത്. അന്ന് നമുക്ക് കിട്ടിയ വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ഉടനെ തന്നെ ശരിയാക്കി തരാം, അതുപോലെ തന്നെ കോളേജ് ബസ് ഒരാഴ്ചയ്ക്കുള്ളിൽ കൂടിപ്പോയ 1 മാസത്തിനുള്ളിൽ ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ 1 വർഷം കഴിയാറായിട്ടും ഇതുവരെയും ഞങ്ങളുടെ യാത്രാ സൗകര്യമോ അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ സൗകര്യമോ ഒന്നും ശരിയാക്കി തരാൻ അധികൃതർ സാധിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ എക്സ്റ്റേണൽ ക്ലാസ്സുകൾക്ക് കോന്നി മെഡിക്കൽ കോളേജിലാണ് പോകുന്നത്. അന്നിവിടെ വന്നപ്പോൾ കോന്നി മെഡിക്കൽ കോളേജാണ് ഞങ്ങളുടെ കോളേജ് എന്നാണ് പറഞ്ഞിരുന്നത്. കേരളത്തിലെ ബാക്കി നഴ്സിംഗ് കോളേജുകൾ ഇവിടെ ഒഴിച്ച് ബാക്കി എല്ലാം മെഡിക്കൽ കോളേജിൻ്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ മാത്രമാണ് ഇതുപോലൊരു കടമുറിയിൽ പ്രവർത്തിക്കുന്നത്. എന്നിട്ടും യാത്രാ ചെലവിനായിട്ട് നല്ല പൈസ നമ്മുടെ കയ്യിൽ നിന്ന്, അതും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇതുവരെയും ഒരു സൗകര്യങ്ങളും ചെയ്തു തരാൻ നമുക്ക് സാധിച്ചിട്ടില്ല. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. അതും 1 വർഷം മുമ്പ് പറഞ്ഞ പ്രശ്നം ഇതുവരെയും പരിഹരിക്കാൻ അധികൃതർക്കായിട്ടില്ല. രജീഷ്, അങ്ങനെ തന്നെയാണ്. പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ദുരവസ്ഥ ഉള്ളത്. കഴിഞ്ഞ 1 വർഷമായി നിരന്തരം സമരമാണ് ഈ വിദ്യാർത്ഥികൾ നടത്തുന്നത്. പക്ഷേ ഇതുവരെയും ഒരു കാര്യത്തിലും പരിഹാരമായില്ല എന്ന് മാത്രമല്ല, തീരെ അടിസ്ഥാന സൗകര്യമില്ലാത്ത ഒരു കെട്ടിടത്തിൽ പോലുമാണ് ഇവർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ കാണാവുന്ന ഈ കടമുറിക്ക് സമാനമായിട്ടുള്ള ഈ കെട്ടിടത്തിലാണ് ഇവരുടെ ഈ ഇത്രയും വിദ്യാർത്ഥികളുടെ ക്ലാസ് നടക്കുന്നത്. 118ഓളം 120 മുകളിൽ വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പസിൽ പഠിക്കുന്നത്. പക്ഷേ ഇവർക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല എന്ന് അവർ കഴിഞ്ഞ 1 വർഷം മുൻപ് തന്നെ ചൂണ്ടിക്കാട്ടി കനത്ത സമരങ്ങളിലേക്ക് കടന്നതാണ്. പക്ഷേ ഇതുവരെയും അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഹോസ്റ്റൽ സൗകര്യമില്ല, കൃത്യമായ ക്ലാസ് മുറികളില്ല, ഓഫീസ് റൂമുകളില്ല, അതുപോലെ തന്നെ ബസ് സൗകര്യമില്ല. ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ വിദ്യാർത്ഥികളുടെ ഈ കഴിഞ്ഞ 1 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പുതിയ ബാച്ച് വരാൻ ഉള്ള സമയമായി. ആ ഘട്ടത്തിൽ പോലും കൃത്യമായ ഇടപെടൽ നടത്താനോ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന പ്രശ്നം പരിഹരിക്കാനോ ഇതുവരെയും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇവരിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം, എന്തൊക്കെയാണ് നിങ്ങളുടെ സമരത്തിന്റെ ആവശ്യങ്ങൾ? എന്തൊക്കെയാണ് സമരത്തിന്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കെട്ടിടം വേണം. അടിസ്ഥാന സൗകര്യങ്ങൾ, ലാബ് സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു കെട്ടിടം വേണം. അതുപോലെ തന്നെ വണ്ടി സൗകര്യം എപ്പോൾ വരും, ഇന്ന് വരും, നാളെ വരും, അടുത്ത മാസം വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സ് ഇവിടെ വന്ന അന്ന് തൊട്ട് കേൾക്കുകയാണ്, ഇപ്പോൾ വരും. ഇന്നും മീറ്റിങ്ങിലും പറഞ്ഞത് അതാണ്, ഇപ്പം ഉടനെ ശരിയാവും, 20 ദിവസത്തിനുള്ളിൽ ശരിയാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 1.5 വർഷം 2 വർഷം ആകാറായി. ഈ 2 വർഷം ആകാത്ത കാര്യം ഉടനെ 20 ദിവസത്തിൽ വരുമെന്ന് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? പരാതി ഉൾപ്പെടെ പറഞ്ഞപ്പോൾ എന്താ ഇവർ പറയുന്നത്? പരാതി ഉൾപ്പെടെ ഇവരെ എല്ലാം ചെയ്തു തരാന്ന് പറയുന്നില്ല. എന്താ വെച്ചാ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ല അതൊന്നും നടക്കുന്നില്ല. നേരത്തെ ഈ വണ്ടിയുടെ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ, വാഹനത്തിന്റെ പ്രശ്നം പറയുമ്പോഴേ എല്ലാം ഓർഡർ ആയിട്ടുണ്ട്, വണ്ടി ഉടനെ തന്നെ വരുന്നു മാത്രമേ പറയുന്നുള്ളൂ. ഇത് പറച്ചിൽ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി, ഇതുവരെയായിട്ടും ഒന്നും കാണുന്നില്ല. പല കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ബസ് നമ്മൾ ഓരോ തവണ ചോദ്യം ചെയ്യുമ്പോഴും ഓരോരോ പുതിയ കാര്യങ്ങൾ. ഇപ്പം പേപ്പർ ഇത്ര വരെയായി, ബസ് ഇവിടെ വരെ എത്തി, ബസ് ജമ്മിൽ കിടക്കുകയാണ്, ഇത്ര ദിവസത്തിനുള്ളിൽ പുറത്ത് വരും, പെയിന്റ് അടിക്കേണ്ട ഇതേ ഉള്ളൂ, അല്ലെ സീൽ, എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണ്. ഇവർക്ക് വാഗ്ദാനങ്ങൾ ഒരുപാട് നൽകുന്നുണ്ട്, ബസ് ഉടനെ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ബസ് സൗകര്യം അടക്കം ഒന്നും തന്നെ നൽകാൻ തയ്യാറായിട്ടില്ല. കെട്ടിടം ഉണ്ടായിട്ടില്ല, സ്വന്തമായ ഒരു കെട്ടിടമില്ല, വാടക കെട്ടിടത്തിലാണ് പഠിക്കുന്നത്. അതാണെങ്കിൽ യാതൊരു സൗകര്യവും ഇല്ലാത്ത ഒരു കെട്ടിടമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ചെറിയ മുറികളാണ് ഇതിലുള്ളതെന്ന്. അത്രയും സൗകര്യങ്ങളില്ലാത്ത മുറിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നത്. അല്പസമയം മുൻപ് വരെയും കനത്ത മഴയായിരുന്നു. ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് ആ മഴയത്തിരുന്ന് തന്നെയായിരുന്നു ആ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. പക്ഷേ അവർക്ക് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകാനോ ശാശ്വതമായ പരിഹാരം കണ്ടെത്താനോ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കി കൊടുക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. രുചീഷ്. ശരി ശ്രീരാജ്, പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. വർഷങ്ങളായി തന്നെ സമരം ചെയ്യുന്നു. മാസങ്ങളായി ഈ വിഷയം പരിഹരിക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിട്ടും ഇപ്പോഴും ഉറപ്പ് പാലിക്കാത്തതുകൊണ്ടാണ് വീണ്ടും സമരത്തിലേക്ക് കടന്നത്.